അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ ലസ്സിയാണ് തയ്യാറാക്കുന്നത്. 3 തരത്തിലുള്ള ലസ്സി തയ്യാറാക്കുന്നുണ്ട്. ആദ്യം ഒരു മാംഗോ ലസ്സി, പിന്നെ ഒരു സ്വീറ്റ് ലസ്സി, പിന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു മസാല ലസ്സി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മാംഗോ ലസ്സി തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം മധുരമുള്ള മാങ്ങയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും. ഇനി ഇതെല്ലാം ഒന്ന് അടിച്ചെടുത്ത ശേഷം നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. മാങ്ങ എടുത്ത് അതേ അളവിൽ തന്നെ തൈരും എടുത്താൽ മതി കേട്ടോ. നമ്മളെടുക്കുന്ന തൈരിന് പുളി കൂടുതലാണെങ്കിൽ അതിൽ കുറച്ച് പാലും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പുളി കുറഞ്ഞ് കിട്ടും. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയുള്ള തൈരായതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെടുത്തുള്ളത് കുറച്ച് നാരുള്ള മാങ്ങയാണെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് മധുരമൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഏലക്കായുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് അരച്ചെടുക്കുമ്പോൾ തന്നെ 1-2 കുരു ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഏലക്കായ മുഴുവനായിട്ടൊന്നും ചേർക്കരുത് കേട്ടോ. അതിൽ നിന്ന് 1-2 കുരു മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് ഇനി കുറച്ച് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു പുതിന ഇലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മാംഗോ ലസ്സി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്വീറ്റ് ലസ്സി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ടിയൊക്കെ നല്ല പാകമാണ് കേട്ടോ. കൂടുതൽ കട്ടി ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ മധുരമൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ടും പിസ്തയും ബദാമൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ട, മുകളിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് ലസ്സിയും റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു മസാല ലസ്സി തയ്യാറാക്കാം. കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു മസാല ലസ്സി. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ചെറിയൊരു കഷ്ണം എടുത്താൽ മതി കേട്ടോ, കൂടി പോകരുത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4-5 പുതിനയില അല്ലെങ്കിൽ മല്ലിയില കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു നുള്ള് ചെറിയ ജീരകം. ഇനി കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കട്ടി കൂടുതലൊന്നുമില്ല കേട്ടോ, നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാതും ഞാൻ 1 കപ്പ് അളവിലാണ് തയ്യാറാക്കിയുള്ളത്. ഇപ്പോൾ ചെറുതായിട്ട് സ്പൈസി ആയിട്ടുള്ള മസാല ലസ്സിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പുതിന ഇലയും കൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാംഗോ ലസ്സിയും സ്വീറ്റ് ലസ്സിയും കുറച്ച് സ്പൈസി ആയിട്ടുള്ള മസാല ലസ്സിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.